നമസ്കാരം. ഓരോ വസ്തുക്കൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ചില വസ്തുക്കൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് ആ വീടുകൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതിന് കാരണമായി തീരും. എന്നാൽ ചില വസ്തുക്കൾ ഒരിക്കലും നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. നെഗറ്റീവായ ഊർജങ്ങളുടെ കൂടാരം തന്നെയാണ് ഈ വസ്തുക്കൾ. അതിനാൽ ഇവ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ആ വീടിനും വീട്ടുകാർക്കും ദോഷകരമായ ഫലങ്ങളാണ് നൽകുക. പ്രധാനമായും വന്നു ചേരേണ്ടതായ പോസിറ്റീവായ ഊർജത്തെ തടയുന്നതാണ്. പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യും. ആ വസ്തുക്കൾ, അതായത് വീടുകളിൽ ഒരു നിമിഷം പോലും സൂക്ഷിക്കാൻ പാടില്ലാത്തതായ ആ വസ്തുക്കളെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തേതായ വസ്തു പഴയ കലണ്ടറാണ്. കലണ്ടർ വീടുകളിൽ അനിവാര്യമാണ് എങ്കിൽ പോലും പഴയ കലണ്ടർ ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്രകാരം സൂക്ഷിക്കുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും കലണ്ടറിൽ ഏതെങ്കിലും കാര്യങ്ങൾ അത് രേഖപ്പെടുത്തിയതിനു ശേഷം കലണ്ടർ വീട്ടിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങളെ നിർഭാഗ്യം വേട്ടയാടുന്നതിന് കാരണമായി തീരും. പല കാര്യങ്ങളിലും തിരിച്ചടികൾക്ക് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് കീറിയ വസ്ത്രങ്ങളാണ്. പലരും വീടുകളിൽ കീറിയ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നവരാകുന്നു. ഇത്തരത്തിൽ നിങ്ങളും സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കീറിയ വസ്ത്രം വീടുകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ രോഗ ദുരിതങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. പല കാര്യങ്ങളിലും തിരിച്ചടികൾക്ക് അത് കാരണമായി തീരും. രോഗദുരിതങ്ങൾ, കഷ്ടതകൾ ആ വീടുകളിൽ എപ്പോഴും നിലനിൽക്കും എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം വസ്തുക്കൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും വീടുകളിൽ സൂക്ഷിക്കരുത്. അത് നെഗറ്റീവായ ഊർജത്തിന്റെ കൂടാരമാണ് എന്ന കാര്യം വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. ഇനി കീറിയ വസ്ത്രങ്ങൾ തുന്നിയതിനു ശേഷം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അത്തരത്തിൽ തുന്നാൻ സാധിക്കാത്തതായ കീറലാണ് എങ്കിൽ തീർച്ചയായും ആ വസ്ത്രങ്ങൾ വീടുകളിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. വീടുകളിൽ പലപ്പോഴും ഉപകരണങ്ങൾ കേട് സംഭവിക്കുന്നതാണ്. ചിലർ അത്തരം വസ്തുക്കൾ മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ ശരിയാക്കുകയോ ചെയ്യാം. ചിലരത് ശരിയാക്കാൻ സാധിക്കാത്തതിനാലോ മറ്റു കാരണങ്ങളാലോ വീടുകളിൽ സൂക്ഷിക്കുന്നവരുണ്ടാകാം. നിങ്ങളും അത്തരത്തിൽ ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും അപ്രകാരം ചെയ്യരുത് എന്ന് തന്നെയാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് കാരണമായി തീരും. നെഗറ്റീവായ ഊർജം ആ വീടുകളിൽ വർദ്ധിക്കും. ആ വീട്ടിലെ അംഗങ്ങൾക്ക് പോസിറ്റീവ് ഊർജം ക്രമേണ നഷ്ടമാകുന്നതിന് കാരണമായി തീരും. കേടായ ഏതൊരു വസ്തുവാണ് എങ്കിലും ഇതേ ഫലം തന്നെയാണ് വന്നു ചേരുക. അതിനാൽ അത് ശരിയാക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടും. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കാത്തതായ സാഹചര്യം, പലവിധ തിരിച്ചടികൾ, വിഷമങ്ങൾ, വിഷമസന്ധികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അതിനാൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് പൊട്ടിയ കണ്ണാടിയാകുന്നു. പൊട്ടിയ കണ്ണാടി നെഗറ്റീവായ ഊർജത്തെ ആകർഷിക്കും എന്നാണ് പറയുക. പലരും ചെറിയ പൊട്ടലാണ് എങ്കിൽ പോലും തുടർന്നും ഉപയോഗിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത്. അത് ചെറിയ പൊട്ടലാണ് എങ്കിലും വലിയ പൊട്ടലാണ് എങ്കിലും തീർച്ചയായും കണ്ണാടി പൊട്ടിയിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുക തന്നെ വേണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുക. അതിനാൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കേടായ ക്ലോക്ക് നിങ്ങൾ വീടുകളിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടുള്ളതല്ല. കേടായ ക്ലോക്ക് വീടുകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ നെഗറ്റീവായ ഊർജത്തെ അത് ആകർഷിക്കും എന്നാണ് പറയുക. വാസ്തുപ്രകാരം ഒരിക്കലും കേടായ ക്ലോക്ക് വീടുകളിൽ ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അവ ശരിയാക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശരിയാക്കിയതിനു ശേഷം വീടുകളിൽ സൂക്ഷിക്കാം. അതല്ല എങ്കിൽ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പഴയ പേപ്പറുകൾ
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗശൂന്യമായ അത്തരം വസ്തുക്കൾ തീർച്ചയായും വീടുകളിൽ സൂക്ഷിക്കുന്നവരാണ് പലരും. എന്നാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നെഗറ്റീവായ ഊർജങ്ങളുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കും. പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മറ്റൊന്ന് പൊട്ടിയ വിഗ്രഹങ്ങളാകുന്നു. പലരുടെയും വീടുകളിൽ ചെറിയ പൊട്ടലുകൾ സംഭവിച്ചാൽ പോലും തുടർന്നും ആരാധന നടത്തുന്നവർ തന്നെയാണ് പലരും. എന്നാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യരുത് എന്നാണ് പറയുക. പൊട്ടിയ വിഗ്രഹങ്ങൾ അത് നിങ്ങളുടെ വീടുകൾക്ക് വളരെ ദോഷം ചെയ്യുന്നതായ കാര്യമാകുന്നു. അതിനാൽ എന്താണ് കേടായ വിഗ്രഹം ചെയ്യേണ്ടത് എന്ന കാര്യം പലർക്കും സംശയമുള്ള കാര്യം കൂടിയാകുന്നു. നിങ്ങൾക്ക് 2 കാര്യം ചെയ്യാം. അതിൽ ആദ്യത്തേത് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ വിഗ്രഹം സമർപ്പിക്കുക എന്ന കാര്യമാണ്. അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. രണ്ടാമത്തേതായ വഴി ഒഴുകുന്ന ജലത്തിൽ ഈ വിഗ്രഹം ഒഴുക്കി കളയുകയോ ചെയ്യാം. എന്നാൽ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും ശുഭം. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ തന്നെ ആ കാര്യം ചെയ്യുക. ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കേടായ ചിത്രങ്ങൾ അത് ദേവതാ ചിത്രങ്ങളാണ് എങ്കിലും മറ്റ് ചിത്രങ്ങളാണ് എങ്കിലും ഒരിക്കലും വീടുകളിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരും. ചില വീടുകളിൽ വന്യമൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ഭയം തോന്നുന്നതായ ചില മൃഗങ്ങളുടെയോ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഇത്തരത്തിൽ നിങ്ങളും സൂക്ഷിക്കുന്നു എങ്കിൽ ഒരിക്കലും അത്തരത്തിൽ പാടുള്ളതല്ല. ഭയം തോന്നുന്ന ചിത്രങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അതിനാൽ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് പ്ലാസ്റ്റിക് പൂക്കളാകുന്നു. പലരും പ്രത്യേകിച്ചും മേശയിലും ഊണുമേശയിലും ഇത്തരം പൂക്കൾ സൂക്ഷിക്കുന്നവരാകുന്നു. വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കുവാൻ ഇത്തരത്തിൽ അലങ്കാരത്തിനായി പലരും വീടുകളിൽ വയ്ക്കുന്നവരാണ്. നിങ്ങളും അത്തരത്തിൽ വച്ചിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം ഒരിക്കലും അത് പാടില്ല എന്ന കാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. എന്നാൽ അല്പം ജലത്തിൽ മറ്റ് പുഷ്പങ്ങൾ ഇപ്രകാരം നിങ്ങൾ വയ്ക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ നാൾക്ക് നാൾ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അതിനാൽ നിങ്ങളുടെ വീടുകളിലുള്ള പൂക്കൾ ഇപ്രകാരം ചെയ്യുക. പ്ലാസ്റ്റിക് പാത്രങ്ങൾ പൂർണ്ണമായും വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. കേടായ പാത്രങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാകുന്നു. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ മുള്ളുള്ള ചെടികളുണ്ട് എങ്കിൽ ആ ചെടികളിൽ സുഗന്ധമില്ലാത്ത പുഷ്പങ്ങളാണ് വിരിയുന്നത് എങ്കിൽ അത് ആ വീടുകൾക്ക് ഭൂഷണമല്ല. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പുഷ്പങ്ങൾ വീടുകളിൽ വിടരുന്നത് പോലും ആ വീടിന് ദോഷമായി ഭവിക്കും. ഭാഗ്യം അനുകൂലമാകില്ല എന്നതാണ് വാസ്തവം. കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളിൽ പോലും പല വിധത്തിലുള്ള തിരിച്ചടികൾ സംഭവിക്കാം. നെഗറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കും. അതിനാൽ ഈ കാര്യവും തീർച്ചയായും നിങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ പരാമർശിച്ചിരിക്കുന്നതായ വസ്തുക്കൾ വീടുകളിൽ ഇരിക്കുന്നത് ദോഷകരമാക്കുന്നു. അതിനാൽ തീർച്ചയായും ഒഴിവാക്കണം. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് നിത്യവും 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിച്ച് വീടും പരിസരവും വൃത്തിയാക്കി ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും മഹാലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ ഭവനങ്ങളിൽ വന്നു ചേരും. വീടിന്റെ പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം അല്ലെങ്കിൽ ഓം ചിഹ്നം വരയ്ക്കുന്നതും അതീവ ശുഭകരമാണ്. ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.